ഹായ്, എല്ലാ കുട്ടിക്കാർക്കും ബെസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആസിഫ് ഒതായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10ാം ക്ലാസ്സിലെ തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ആണ്. നമുക്കറിയാം, തുല്യതാ പഠനം അല്ലെ കേരള സാക്ഷരതാ മിഷന്റെ കീഴിൽ കഴിഞ്ഞ 13 വർഷങ്ങളായി വളരെ വ്യവസ്ഥാപിതമായി നടന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് തുല്യതാ പഠനം അല്ലെ. അതിലെ ഈ ഫിസിക്സിലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 8 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ വളരെയധികം സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാഠഭാഗങ്ങളും മനസ്സിലാക്കാം. എല്ലാത്തിന്റെയും ബേസിക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ആരും ടെൻഷൻ ആവുന്നു വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം അല്ലെ. 8 പാഠങ്ങളിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് പ്രകാശവുമായിട്ട് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ അധ്യായം. പാഠത്തിന്റെ പേര് ഇതാണ്, പ്രകാശപാതയിലൂടെ അല്ലെ. പ്രകാശം നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. പ്രകാശം, ലൈറ്റ് അല്ലെ. ലൈറ്റ് ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നാട്ടില്, നമ്മളെ വീട്ടിൽ എന്തില്ല, ലൈറ്റ് ഇല്ല. നമുക്കറിയാം, പവർ കട്ട് അല്ലെ. ചില സമയങ്ങളിൽ പവർ കട്ട് ഉണ്ടാകും. മഴക്കാലത്ത് പ്രളയം കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ പ്രളയം ഉണ്ടായി. അന്ന് ഒരാഴ്ചയോളം പവർ കട്ടായിരുന്നു അല്ലെ. എങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ എന്തായിരിക്കും ഒരു പവർ കട്ട് അല്ലെങ്കിൽ ഒരു പ്രകാശമില്ലാത്ത ഒരു ലൈഫിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക? ഇല്ല അല്ലെ. വളരെയധികം പ്രയാസമാണ് പ്രകാശം, ലൈറ്റ് ഇല്ലാത്ത ഒരു ദിവസത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ. എങ്കിൽ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പ്രകാശത്തിന്റെ പ്രതിപദന തലം, അതേപോലെ പ്രകാശവുമായി ബന്ധപ്പെട്ട ദർപ്പണങ്ങൾ, കണ്ണാടി എന്ന് പറയുന്നത്, അതേപോലെ ലെൻസുകള്, അതേപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് മഴവില്ല്. ഓക്കെ, അതൊക്കെ നമുക്ക് വൈകാതെ എന്ത് ചെയ്യാം, ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനത്തെ ചാപ്റ്റർ തുടക്കത്തിൽ ഫസ്റ്റ് പേജിൽ കണ്ടില്ലേ, ഒരു വലിയൊരു അപകട വളവ്. നമുക്കറിയാം, നമ്മളെ കുറെ പഠിതാക്കള് ഡ്രൈവർമാരാണ് അല്ലെ. ഒരുപാട് അപകട വളവുകൾ തരണം ചെയ്തിട്ടാണ് നമ്മുടെ ഈ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വയനാട് ചുരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഒരു ദർപ്പണം കാണുന്നില്ല സ്ക്രീനിൽ ഇല്ലേ? ഈ ദർപ്പണം കാണുന്നുണ്ട്. ഈ ദർപ്പണം നിങ്ങൾ എവിടെയാണ് കണ്ടത്? നമ്മളെ വീട്ടിലുള്ള ദർപ്പണമാണ് അത്? അല്ല അല്ലെ. എവിടെയാണ് നമുക്ക് സാധാരണ കാണാറുള്ളത്? യെസ്, അപകട വളവുകൾ ഇല്ലേ. അപ്പോൾ നമുക്കറിയാം, വയനാട് ചുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് 9 വളവുകൾ അടങ്ങിയതാണ് വയനാട് ചുരം അല്ലെ. ഈ ചുരത്തിൽ അപകട വളവിൽ നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിലുള്ള ദർപ്പണങ്ങൾ കാണാം. അത് ഏത് തരം ദർപ്പണം? മീൻസ് കണ്ണാടി കേട്ടോ. ദർപ്പണം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, അത് ഉള്ളിലോട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണോ, അതോ ഉള്ളിലോട്ട് നിൽക്കുന്നതാണോ, എന്താണ്? എങ്കിൽ ഈ ദർപ്പണമാണോ നമ്മുടെ വീടുകളിലുള്ള ദർപ്പണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലല്ലേ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഫസ്റ്റ് ടോപ്പിക് ആണ് വിവിധ തരം ദർപ്പണങ്ങൾ. എന്താണ് ദർപ്പണം അല്ലെ? ദർപ്പണം എന്ന് പറയുമ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ദർപ്പണം? പക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് കണ്ണാടി അല്ലെ. കണ്ണാടി നമുക്ക് എല്ലാവർക്കും പരിചയമല്ലേ? കണ്ണാടി കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. എല്ലാവർക്കും കണ്ണാടി നല്ല പരിചയമാണ്. എങ്കിൽ വിവിധ ദർപ്പണങ്ങളെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. എങ്കിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ദർപ്പണം. പ്രധാനമായിട്ടും 3 ദർപ്പണങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ വീടുകളിലൊരു ദർപ്പണം അല്ലെ. രണ്ടാമത്തെ ദർപ്പണമായിരിക്കും യെസ് കോൺകേവ് ദർപ്പണം. മൂന്നാമത്തെ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ അപകട വളവിൽ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്ന് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ഇപ്പൊ 3 ദർപ്പണങ്ങൾ. ഒന്ന് സമതല ദർപ്പണം, രണ്ടാമത്തത് കോൺകേവ് ദർപ്പണം, മൂന്നാമത്തത് കോൺവെക്സ് ദർപ്പണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവ 3 തമ്മിലുള്ള പ്രത്യേകത, അതേപോലെ ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേക ഒരു ബോക്സ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ദർപ്പണങ്ങളെ പറ്റി, കണ്ണാടികളെ പറ്റിയാണ് അല്ലെ. പ്രധാനപ്പെട്ട 3 കണ്ണാടികളെ അല്ലെങ്കിൽ ദർപ്പണങ്ങളെ പറ്റിയാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. ഒന്ന് നോക്കുക. ഒന്നാമത്തെ ദർപ്പണം ഏതാണ്? സമതല ദർപ്പണം അല്ലെ. രണ്ടാമത്തെ ദർപ്പണം കോൺവെക്സ് ദർപ്പണം. അതിന്റെ മറ്റൊരു പേരാണ് ഉത്തര ദർപ്പണം. ഓക്കെ. മൂന്നാമത്തത് കോൺകേവ് ദർപ്പണം. അതിനാണ് എന്ത്? അബതല ദർപ്പണം. അപ്പൊ ചിലപ്പോ പരീക്ഷയ്ക്ക് എന്താണ് അബതല ദർപ്പണം? അബതല ദർപ്പണം പറഞ്ഞാൽ കോൺകേവ്, എല്ലാവരും കേട്ടതായിരിക്കും അല്ലെ. ഉത്തരം എന്ന് പറഞ്ഞാൽ കോൺവെക്സ്. അതേപോലെ സമതല ദർപ്പണം. എങ്കിൽ സമതല ദർപ്പണം നമ്മളെ വീടുകളിൽ നമ്മൾ സാധാരണ ഡെയിലി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് അല്ലെ. ഡെയിലി ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് എന്ത്? സമതല ദർപ്പണം. അതിന്റെ പ്രത്യേകത എന്താ? സമങ്ങൾ വരെ പറഞ്ഞോളി. എന്താ അതിന്റെ പ്രത്യേകത? നമുക്കറിയാം, സമതല ദർപ്പണം അല്ലെ, സമതലമാണ്. എല്ലാ തലങ്ങളിലും ഒരേപോലെയാണ് അല്ലെ. അതിലെന്ത് ഡെയിലി നമ്മൾ നോക്കാറില്ലേ? ഒരു ദിവസം പോലും നോക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. കണ്ണാടി നോക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, എങ്കിൽ എന്ത് ചെയ്യാം, സമതല ദർപ്പണത്തിന്റെ പ്രത്യേകത നമുക്ക് പരിചയപ്പെടാം. അതായത് വസ്തുവിന്റെ അതേ സ്വഭാവം അല്ലെങ്കിൽ അതേ രൂപത്തിലായിരിക്കും ഇതിൽ കാണുക സമതല ദർപ്പണത്തിലെ. ബാക്കി 2 ദർപ്പണങ്ങളിൽ ഒന്നില് വലുതായിട്ട് കാണാം, ഒന്നില് ചെറുതായിട്ട് കാണാം.
പക്ഷെ സമതല ദർപ്പണത്തിൽ നമ്മൾ അതേ സൈസിലുള്ള, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മാർക്കർ ഉണ്ട്, ഈ മാർക്കർ വെച്ചാൽ എന്ത് ചെയ്യും, അതേ സൈസിലുള്ള ഒരു മാർക്കർ നമുക്ക് ഇതിൽ കാണാം, സമതല ദർപ്പണങ്ങളിൽ കാണാം. ഓക്കെ, അപ്പൊ സമതല ദർപ്പണത്തിന്റെ പ്രത്യേകത എന്താ, വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കും അതിനുണ്ടോ ആ വസ്തു ബോഡിക്ക് ഉണ്ടാവുക. ഓക്കെ, എങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, സാധാരണ നമ്മൾ എന്തിനു ഉപയോഗിക്കുക, മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ, മുടിയൊക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ ഉപയോഗം എന്താണ്, സമതല ദർപ്പണത്തിന്റെ ഉപയോഗം എന്താണ്, മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. എങ്കിൽ ബാക്കി രണ്ട് ദർപ്പണം നോക്കുക, കോൺവെക്സും അതേപോലെ കോൺകേവും അല്ലെ. എങ്കിൽ ഇവയെ രണ്ട് ദർപ്പണങ്ങൾ പ്രധാനമായിട്ടും വിളിക്കുന്ന പേരാണ് ഗോളീയ ദർപ്പണം. എന്ത് ദർപ്പണങ്ങൾ, ഗോളീയ ദർപ്പണങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ് ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് പ്രതിപതന തലം ഒരു ഗോളത്തിന്റെ രൂപത്തിൽ ആകൃതിയിൽ വരുന്നതിനെ എല്ലാത്തിനും എന്ത് വിളിക്കുന്നു, ഗോളീയ ദർപ്പണം എന്ന് വിളിക്കുന്നു അല്ലെ. അതായത് ഒരു പന്ത് നമ്മൾ സങ്കല്പിക്കുക, ഇതൊരു ഗോളമാണല്ലോ, ഒരു പന്ത് പകുതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു അല്ലെ, പകുതിയായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ ഒന്നെന്താണ്, ഒന്ന് പുറത്തേക്ക് ഷെയ്ഡ് ചെയ്തേക്കുക, അങ്ങനെ പുറത്തേക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗം. ഓക്കെ, ഒന്ന് ഉള്ളിലോട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗം. റെഡി, എന്ത് ചെയ്യാ, ഈ ചിത്രം എന്ത് ചെയ്യാ, മാറ്റി വരയ്ക്കുക. ഞാൻ ഒന്ന് ഇത്തരത്തില് പുറത്തേക്ക് ഷെയ്ഡ് ചെയ്ത് ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇതാ പന്തിന്റെ ഷേപ്പ് തന്നെയാണ്, പന്തിന്റെ പകുതിയായിട്ട് കട്ട് ചെയ്തു, ബാക്കി പന്തിന്റെ പകുതി എന്ത് ചെയ്തു, ഈ സൈഡിൽ വരച്ചു കേട്ടോ. ഓക്കെ, എന്ത് ചെയ്തു, ഉള്ളിലോട്ട് ഷെയ്ഡ് ചെയ്തു. ഇത് ഒരു തരം ദർപ്പണത്തിന്റെ ചിത്രമാണ്, ഇത് മറ്റൊരു ദർപ്പണത്തിന്റെ ചിത്രമാണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഗോളീയ ദർപ്പണങ്ങളാണ്. ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപതനം ഗോളാകൃതിയിലുള്ള ദർപ്പണങ്ങളെ വിളിക്കുന്ന പേരാണ് ഗോളീയ ദർപ്പണം. രണ്ട് ദർപ്പണങ്ങളാണ്. ഒന്നാമത് നോക്കുക, ഇങ്ങനെ അല്ലെ, പുറത്തേക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോൺകേവ്. ഇംഗ്ലീഷിൽ കേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഗുഹ എന്നുള്ള അർത്ഥം. അപ്പൊ ഉള്ളിലോട്ട് നിൽക്കുന്നു അല്ലെ, കോൺകേവ്. ഇനി നോക്കുക, നേരെ ഒന്ന് പുറത്തേക്ക് നിൽക്കുന്നത് കോൺവെക്സ് അല്ലെ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേര് കോൺവെക്സ് ദർപ്പണം. ഓക്കെ, അപ്പൊ 3 ദർപ്പണങ്ങൾ പഠിച്ചു, സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നും പാടെ ഒരു ബോക്സിലായിട്ട് പഠിക്കാം, അവയുടെ ഉപയോഗം എന്ത്, അവയുടെ പ്രത്യേകത എന്ത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നും പാടെ ഒറ്റ ബോക്സിലായിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്തത് ഗോളീയ ദർപ്പണങ്ങളെ പറ്റിയാണ്. ഗോളീയ ദർപ്പണം രണ്ട് വിധം, കോൺകേവും കോൺവെക്സും. എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ബോക്സ് ആയിട്ട് പഠിക്കാം, എങ്കിൽ ഒരിക്കലും നമുക്ക് മാറിപ്പോവില്ല. എങ്കിൽ നോക്കാം, ആദ്യമായിട്ട് നമുക്ക് കോൺവെക്സ് പഠിക്കാം അല്ലെ. കോൺവെക്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചിത്രമാണ് അല്ലെ. അതായത് നോക്കാം, ഒരു ചിത്രം നമ്മളായിട്ട് പറഞ്ഞു, ഒരു പന്ത് പകുതിയാക്കി മുറിച്ചു, അതിന്റെ പകുതിയാണിത്, അതിന്റെ ബാക്കി പകുതിയാണ് ഇപ്പുറത്ത് ഞാൻ കൊണ്ടുവച്ചത് കേട്ടോ. ഓക്കെ, എങ്കിൽ നോക്കാം, ഫസ്റ്റ് ചിത്രമാണ് പ്രത്യേകത. കോൺവെക്സിന്റെയും കോൺകേവിന്റെയും ചിത്രം ഐഡന്റിഫൈ ചെയ്യാം. അതായത് ഇതിന്റെ മറ്റൊരു പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തര ദർപ്പണം എന്നും അറിയപ്പെടുന്നു അല്ലെ, ഉത്തര ദർപ്പണം. ഇനി നോക്കാം, പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി, നമുക്കറിയാം ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കണല്ലേ, ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണം. റെഡി, അതായത് പ്രതിപതന തലം പുറത്തേക്ക്, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുകയാണല്ലേ, ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഇത്തരം ദർപ്പണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. ഇവയുടെ മറ്റു പേരെന്താണ്, ഉത്തര ദർപ്പണം. ഓക്കെ, എങ്കിൽ നമ്മൾ നേരെ ഈ പന്തിന്റെ നേരെ അപ്പുറത്തേക്ക് പോവാം അല്ലെ, അതിന്റെ ബാക്കി പകുതിയാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഇവിടെ ഉത്തരമാണെങ്കിൽ അവിടെ എന്താണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവതല ദർപ്പണം. എന്ത് ദർപ്പണം, അവതല ദർപ്പണം. ഇനി നോക്കാം, പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞു അല്ലെ, നേരത്തെ നമ്മൾ പുറത്തേക്കാണ് വളഞ്ഞത്, ഇതെന്താണ്, അകത്തേക്ക് വളഞ്ഞത്, അങ്ങനെ അകത്തേക്ക് വളഞ്ഞു നിൽക്കുകയാണ്. അകത്തേക്ക് വളഞ്ഞതിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ദർപ്പണം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത മാർക്ക് ആലോചിച്ച് നോക്കുക. കോൺവെക്സിന്റെ ആണെങ്കിൽ ഉള്ളിലേക്കായിരിക്കും ഷെയ്ഡ് ചെയ്ത് ഉണ്ടാവുക, കോൺകേവിന്റെ ആണെങ്കിൽ പുറത്തേക്ക് എന്ത് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു, കോൺവെക്സിന്റെ 2 പോയിന്റ്, കോൺകേവിന്റെ 2 പോയിന്റ്. ഇനി കോൺവെക്സിന്റെ ഉപയോഗങ്ങൾ നോക്കുക. എന്തിനു ഉപയോഗിക്കുന്നു, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യാം, വാഹനങ്ങളിൽ കണ്ണാടിയിൽ കാണാം, ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ അല്ലെ. എല്ലാവരും പലരും കണ്ടതാണ്. എന്താ അർത്ഥം, നമ്മളിപ്പോ ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് അല്ലെ. എല്ലാ ക്ലാസ്സുകളും കാണാം, ഒബ്ജക്ട് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. എന്താ അതിന്റെ അർത്ഥം, എന്താണ്, യെസ്, അതായത് ഒബ്ജക്ട്, നമ്മൾ നേരിൽ കാണുന്ന ഒബ്ജക്ട് കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ വളരെ അടുത്താണ് എന്ന അർത്ഥം അല്ലെ. അതേ ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്, കോൺവെക്സ് ദർപ്പണമാണ് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ചാപ്റ്റർ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത് അപകട വളവിൽ, വയനാട് ചുരത്തിലൊക്കെയുള്ള അപകട വളവിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കണ്ണാടി ഏതാണ്, കോൺവെക്സ് ദർപ്പണം. ഇനി ആര് ചോദിച്ചാൽ ഉത്തരം പറയണം, അപകട വളവുകളിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ആരാകുന്നു, കോൺവെക്സ് ദർപ്പണം. ഓക്കെ, എങ്കിൽ നമ്മൾ കോൺകേവിലേക്ക് പോവാം.
കോൺകേവിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് ടോർച്ച്, നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുന്ന ആരാണ്? കോൺകേവ് ദർപ്പണമാണ്. അടുത്തത് മേക്കപ്പ് മിറർ അല്ലെ, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മിറർ അല്ലെ, സാധാ മിറർ അല്ല മേക്കപ്പ് ചെയ്യാനുള്ള മിറർ. മേക്കപ്പ് മിറർ ആരാണ്? കോൺകേവ് ദർപ്പണമാണ്. അതേപോലെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് അല്ലെ, അവയിൽ കാണുന്നതും ആരാണ്? കോൺകേവ് ദർപ്പണം. അവസാനത്തെ പോയിന്റ് ഷേവിംഗ് മിറർ, നമ്മൾ ഉപയോഗിക്കുന്ന ഷേവിംഗ് മിററും എന്താണ്? കോൺകേവ് ദർപ്പണമാണ്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ഉപയോഗങ്ങൾ കോൺകേവിനും കോൺവെക്സിനും ഉണ്ട്. അതാണ് നമ്മളിപ്പോ പട്ടികപ്പെടുത്തിയത്. അപ്പൊ എക്സാമിന് സാധാരണയായിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, ഒന്നെങ്കിൽ കോൺകേവ് ചോദിക്കാം അല്ലെങ്കിൽ കോൺവെക്സ് ചോദിക്കാം. അപകടവളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ആരാകുന്നു? യെസ്, ആരാ പറയോ? അതെ, കോൺവെക്സ് ദർപ്പണം. ഓക്കെ, വാഹനങ്ങളുടെ റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ആരാകുന്നു? യെസ്, കോൺവെക്സ് ദർപ്പണം. എങ്കിൽ ഷേവിംഗ് മിറർ ആരാണ്? കോൺകേവ്. അതേപോലെ ഹെഡ്ലൈറ്റിൽ ഏതാണ്? കോൺകേവ്. റെഡി, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവയുടെ ഓരോ ദർപ്പണത്തിന്റെ ഭാഗങ്ങൾ, വിവിധ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതായിട്ട് ചർച്ച ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദർപ്പണത്തിന്റെ വിവിധ ഭാഗങ്ങളെ പറ്റിയാണ്. ദർപ്പണത്തിന്റെ ഭാഗങ്ങളെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമുക്ക് 10ാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് വക്രത കേന്ദ്രം അല്ലെ. ഇത് 2 ദർപ്പണങ്ങളെ ബോർഡിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ദർപ്പണം, ഇതിന്റെ പേര് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. ഇങ്ങനെ പുറത്തേക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വിളിക്കുന്ന പേര് കോൺകേവ് ദർപ്പണം അല്ലെ. പുറത്തേക്ക് നിൽക്കുക അല്ലെ, പുറത്തേക്കാണ് ഷെയ്ഡ് ചെയ്ത്, പക്ഷെ ഉള്ളിലേക്ക് കുഞ്ഞു നിൽക്കുകയാണ്. അത് വിളിക്കുന്ന പേര് കോൺകേവ് എന്നും. പുറത്തേക്ക് തള്ളി നിൽക്കുക അല്ലെ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് വിളിക്കുന്ന പേര് കോൺവെക്സ് ദർപ്പണം എന്നുമാണ്. റെഡി, കോൺകേവും കോൺവെക്സും. ചിത്രം കൊടുത്തു വെക്കുക. ഒരു പന്താന്ന് വിചാരിക്കുക, പന്തിന്റെ പകുതി ഇവിടെ കൊണ്ടുവച്ചു, ബാക്കി പകുതി എന്ത് ചെയ്തു? ഈ ഭാഗത്ത് കൊണ്ടുവച്ചു. ഓക്കെ, ആണ് ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക? കുറച്ച് ലെറ്റേഴ്സ് കണ്ടില്ലേ? ഒരു സി ഉണ്ട്, പി ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാണ് വക്രത കേന്ദ്രം അല്ലെ, സെന്റർ നടത്തും. അതായത് നമ്മളൊരു വൃത്തം വരയ്ക്കുകയാണ്. അതായത് നമ്മളൊരു വൃത്തം വരച്ചു അല്ലെ, വൃത്തത്തിന്റെ സെന്റർ ഇതല്ലേ അല്ലെ. അതേപോലെ ദർപ്പണത്തിന്റെ കേന്ദ്രത്തെ അല്ലെങ്കിൽ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സി. സി മീൻസ് വക്രത കേന്ദ്രം. ഓക്കെ, ഇനി അടുത്താണ്, ഇതാണ് പ്രതിപദ തലം അല്ലെ. അതായത് പ്രതിപദിച്ച് വസ്തുക്കൾ എന്ത് ചെയ്യുക? ഒരു വസ്തുവിൽ തട്ടി പ്രതിപദിച്ചു വരിക. അതായത് പ്രതിപദ തലത്തിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പി. പി ഫോർ പോൾ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഒരു ദർപ്പണത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേര്, അതിനെ വിളിക്കുന്ന പേര് വക്രത കേന്ദ്രം സി. സി എന്ന് പറഞ്ഞാൽ വക്രത കേന്ദ്രം, ദർപ്പണത്തിന്റെ പകുതി അല്ലെങ്കിൽ സെന്ററിനെ വിളിക്കുന്ന പേര്. അതേപോലെ പ്രതിപദത്തിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പോൾ. ഓക്കെ, പി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി മൂന്നാമത്തത് മുഖ്യ അക്ഷം അല്ലെ. മുഖ്യ അക്ഷം എന്ന് പറയുന്നത് ഇതെന്തായിരുന്നു? സി എന്താ? വക്രത കേന്ദ്രം. പി എന്ന് പറഞ്ഞാൽ പോൾ. ഇവ രണ്ടും തമ്മിൽ ഒരു ലൈൻ കണ്ടില്ലേ? ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടില്ലേ? ഈ സ്ട്രൈറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ നേർരേഖയെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം. അതായത് ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് മുഖ്യ അക്ഷം. ഓക്കെ, അപ്പം ഒരു പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ സി എന്താണ്? പി എന്താണ്? മുഖ്യ അക്ഷം എന്താണ്? അതായത് ക്വസ്റ്റ്യൻ. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രത കേന്ദ്രം. പി എന്ന് പറഞ്ഞാൽ പോൾ. അതേപോലെ ഈ ലൈനിനെ വിളിക്കുന്ന പേര് മുഖ്യ അക്ഷം. ഓക്കെ, അപ്പൊ ഇത് കോൺകേവിന്റെ കേസാണ്. ഇനി കോൺവെക്സിനെ നോക്കുക. കോൺവെക്സിന്റെ നമ്മൾ പറഞ്ഞു പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് കോൺവെക്സ് അല്ലെ. പി എന്ന് പറഞ്ഞാൽ പോളാണ്. സി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ ദർപ്പണത്തിന്റെ കണ്ണാടിയുടെ സെന്ററിനെ വിളിക്കുന്ന പേര് സി. ഓക്കെ, എങ്കിൽ നോക്കുക. ഇനി ഒരു പ്രകാശം വരികയാണ് കേട്ടോ. സങ്കല്പിക്കുക, ഒരു പ്രകാശം വരുന്നതിന് വന്നു അല്ലെ. ഒരു പ്രകാശം എന്തിന് സമാന്തരമായിട്ട്? സമാന്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ സമാന്തരം. ലംബം എന്ന് പറഞ്ഞ നേരെ കുത്തനെ. അപ്പൊ നോക്കുക, മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശം എന്ത് ചെയ്തു? എവിടെ തട്ടി? ദർപ്പണത്തിൽ തട്ടിയല്ലോ. തട്ടിയില്ലേ? അരമാർക്ക് ഇട്ടു, അങ്ങോട്ട് തട്ടി. ദർപ്പണത്തിൽ തട്ടി എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് കൂടെ കടന്നു പോകും. അതായത് ദർപ്പണത്തിൽ തട്ടിയ പോയിന്റ് ചെയ്യും, ഒറ്റ പോയിന്റ് കൂടെ അങ്ങനെ കടന്നു പോകും, താഴത്തോട്ട് കടന്നു പോകും. ഓക്കെ, അരമാർക്ക് താഴത്ത് കിട്ടും. റെഡി. ഇനി മറ്റൊരു പ്രകാശരശ്മി വരികയാണ്. മറ്റൊരു പ്രകാശരശ്മി ഒന്ന് സങ്കല്പിക്കുക അല്ലെ. ഒന്ന് പ്രകാശം വന്നു, അവിടെ തട്ടി, ദർപ്പണത്തിൽ തട്ടി എന്ത് ചെയ്യുന്നു? അതേ പാതയിൽ, അതായത് ആ ലൈനിൽ കൂടെ എന്ത് ചെയ്യും? താഴോട്ട് പോകും. ഓക്കെ, പോയല്ലോ. നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധാരണ ചോദിക്കാറുണ്ട്. റെഡി. അപ്പൊ നോക്കുക, ഒരു മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന ഒരു പ്രകാശരശ്മി ദർപ്പണത്തിൽ തട്ടി എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് കൂടെ തിരിച്ചു പോകുന്നു. എങ്കിൽ ഏതാണ് ആ പോയിന്റ്? അതാണ് നമുക്ക് പരീക്ഷ ചോദിക്കുക. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എഫ്. എഫ് എന്ന് പറഞ്ഞാല് മുഖ്യ ഫോക്കസ്. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള 4ാമത്തെ കാര്യമാണ് മുഖ്യ ഫോക്കസ്. റെഡി. മുഖ്യ ഫോക്കസ് എന്നാണ് അതിന് പറയാം. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ എഫ് ആണ് മുഖ്യ ഫോക്കസിനെ സൂചിപ്പിക്കുക. റെഡി.
അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസിലെ എന്താണ്? ഒരു വക്രത കേന്ദ്രത്തിനും പോളിനും സമാന്തരമായുള്ള മുഖ്യ അക്ഷത്തിന് സമാന്തരമായ ഒരു രശ്മി പ്രവേശിക്കുകയാണെങ്കിൽ ആ രശ്മി ദർപ്പണത്തിൽ തട്ടി ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ള ആ പോയിന്റ്, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. റെഡി? എഫ് എന്ന് പറഞ്ഞാൽ മുഖ്യ ഫോക്കസ്, സി എന്ന് പറഞ്ഞാൽ വക്രത കേന്ദ്രം, പി എന്ന് പറഞ്ഞാൽ പോൾ. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കോൺകേവിന്റെ ആണ്. കോൺവെക്സിന്റെയും ഇതേപോലെ വരും. കോൺവെക്സിന്റെ നമുക്ക് നോക്കാം. കോൺവെക്സിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മിയിലെ എവിടെ തട്ടും? ദർപ്പണത്തിൽ തട്ടി അല്ലെ? തട്ടി എന്ത് സംഭവിക്കുക? നേരത്തെ നമ്മൾ ഫോക്കസ് കൂടെ കടന്നു പോകുന്നല്ലോ പറഞ്ഞല്ലേ? നേരെ ഓപ്പോസിറ്റ് മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഓക്കെ, അപ്പൊ ഒരു രശ്മി വന്നു, അടുത്ത രശ്മി വരികയാണ് അല്ലെ? രശ്മി ഒന്നോട് തട്ടി, ദർപ്പണത്തിൽ തട്ടി എന്ത് ചെയ്യുന്നു? നേരെ മുകളിലോട്ട് എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഇനി താഴ്ന്ന രശ്മി വരുന്നെങ്കിലോ ദർപ്പണത്തിൽ തട്ടി നേരെ താഴത്തേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ നമുക്ക് മുഖ്യ ഫോക്കസ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് അനുമാനിക്കുകയാണ്. കുറച്ചിപ്പുറത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മുഖ്യ ഫോക്കസ് ഉണ്ടാകുന്നു എന്ന് എന്ത് ചെയ്യാം? നമ്മൾ അനുമാനിക്കുന്നു. ഓക്കെ, അതായത് ദർപ്പണത്തിന് പിന്നിൽ, ദർപ്പണത്തിന് മുന്നിലാണ് ഫോക്കസ് രൂപീകരിച്ചതിൽ കോൺകേവില്, എങ്കിൽ കോൺവെക്സില് ദർപ്പണത്തിൽ പിന്നിൽ രൂപീകരിക്കുന്ന നമ്മൾ സങ്കല്പിക്കുകയാണ്. എല്ലാ ലൈനും ഒരു ലൈൻ ബിന്ദുവിൽ കൂട്ടിമുട്ടുകയെന്ന് സങ്കല്പിക്കുന്നു. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. റെഡി? ആ പോയിന്റ് വിളിക്കുന്ന പേര് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. നമ്മൾ പറഞ്ഞത് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് ആണ്. അതായത് ദർപ്പണത്തിന് പിന്നിലാണ് ഫോക്കസ് രൂപീകരിക്കുന്നത്, എന്നാൽ കോൺകേവിലോ ദർപ്പണത്തിന് മുന്നിലാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടോപ്പിക്കാണ് കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. ചിത്രം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. റെഡി? അപ്പൊ ഫോക്കസ് എന്താണെന്ന് മനസ്സിലായി, പി എന്താണെന്ന് മനസ്സിലായി, സി എന്താണെന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ നോക്കുക, ഒന്ന് യഥാർത്ഥമാണ്, ഒന്ന് മിഥ്യയാണ്. ഏതാണ് യഥാർത്ഥം, ഏതാണ് മിഥ്യ? അതായത് കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കും? യഥാർത്ഥമായിരിക്കും. യഥാർത്ഥം. ഓക്കെ, ഇതെന്തായിരിക്കും? കോൺകേവെക്സിന്റെ എന്തായിരിക്കും? മിഥ്യ ആയിരിക്കും, മിഥ്യാപ്രതിബിംബം. അപ്പോ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് യഥാർത്ഥ പ്രതിബിംബം, എന്താണ് മിഥ്യാപ്രതിബിംബം അല്ലെ? അതായത് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ്, അതായത് ഒരു വസ്തുവിനെ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രകാശത്തെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ പ്രതിബിംബം. ഉദാഹരണത്തിന് നമ്മൾ പ്രൊജക്ടറിലെ സിനിമ പ്രൊജക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ പ്രൊജക്ടർ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്രീനിൽ അങ്ങനെ പതിപ്പിക്കുന്നു അല്ലെ? ഇങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കുന്ന പ്രകാശരശ്മിയെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ പ്രതിബിംബം. എങ്കിൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത പ്രകാശത്തെ വിളിക്കുന്ന പേര് മിഥ്യാപ്രതിബിംബം. അപ്പൊ കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം, കോൺവെക്സിൽ എന്താ? മിഥ്യാ ഫോക്കസുമായിരിക്കും ലഭിക്കുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ദർപ്പണത്തിന്റെ ഭാഗങ്ങൾ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് ചിത്രങ്ങൾ പരിചയപ്പെടാനുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ ഒരു വസ്തു വെച്ചാൽ അതിന്റെ പ്രതിബിംബം എവിടെ രൂപീകരിക്കും എന്നാണ്. സാധാരണ ചിത്രം വരക്കാൻ ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിൽ. നോക്കട്ടോ, അതായത് നമ്മൾ പഠിച്ചു സി, എഫ്, പി എന്ന് നമുക്ക് പരിചയപ്പെട്ടു. സി എന്ന് പറഞ്ഞാൽ വക്രത കേന്ദ്രം, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് അല്ലെങ്കിൽ മുഖ്യ ഫോക്കസ്, പി എന്ന് പറഞ്ഞാൽ പോൾ. ഒരു പോളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. റെഡി? എനിക്ക് നോക്കാം, ഞാൻ വസ്തുവിനെ വെക്കുക കേട്ടോ. വസ്തു മീൻസ് ഓബ്ജക്റ്റ് അല്ലെ? ഒബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്തു? ഒരു സിയിൽ എന്ത് ചെയ്തു? ഒരു വസ്തുവിനെ വെച്ചു. വസ്തുവിനെ വിളിക്കുന്ന പേരാണ് ഒ ബി എന്ന് നമ്മൾ വെറുതെ വിളിക്കാണ്. ഒ ബി, ഒബ്ജക്റ്റ്. എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞു ഒരു വസ്തു വെച്ചാൽ ആദ്യം പ്രകാശം എങ്ങോട്ടാ പോവാ? ഈ മുഖ്യ അക്ഷത്തിന് നേരെ ആണ് പോവാ, അതായത് സമാന്തരമായിട്ട് പോകുന്നു അല്ലെ? ഇവിടെ എത്തി, സമാന്തരമായിട്ട് ദർപ്പണത്തിൽ തട്ടി കൂടെ കടന്നു പോകണം. എപ്പോഴും ഒരു പോയിന്റ് കൂടെ മാത്രമേ പോകുള്ളൂ. ആ പോയിന്റ് ആണ് ആര്? മുഖ്യ ഫോക്കസ്. റെഡി? ഫോക്കസ് കൂടെ കടന്നുപോയി. ഓക്കെ, അരമാർക്ക് താഴ്ത്തി കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ലൈൻ കിട്ടില്ലേ? ഇനി രണ്ട് ലൈൻ കൂട്ടിമുട്ടണം. അവിടെയാണ് എന്തുണ്ടാവുക? പ്രതിബിംബം രൂപീകരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ ലൈൻ പോയത് ഇതിലാണ്. മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി ഒരു പ്രകാശരശ്മി സഞ്ചരിച്ചു, ഇവിടെ തട്ടി, ദർപ്പണത്തിൽ തട്ടി ഫോക്കസ് കൂടെ കടന്നുപോയി. ഇനി നമുക്ക് അടുത്ത ലൈനിൽ തട്ടണം, എങ്കിലേ അവിടെ എന്ത് രൂപീകരിക്കുള്ളൂ? ഫോക്കസ് രൂപീകരിക്കുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം അടുത്ത ഈ കൂടെ കടന്നു പോവാണ്. ഒരു ഫോക്കസ് കൂടെ കടന്നുപോയി എന്ന് സങ്കല്പിക്കുക. ഫോക്കസ് കൂടെ കടന്നുപോയി കേട്ടോ. ഓക്കെ, അതിന്റെ നേരെ തിരിച്ച് ഇതേപോലെ മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? കടന്നു പോകുന്നു. ഓക്കെ, റെഡി? ഇവിടെ എന്ത് ചെയ്തു? കൂട്ടിമുട്ടിയല്ലോ, രണ്ട് കൂട്ടിമുട്ടി അല്ലെ? ഇവിടെയാണ് എന്ത് രൂപീകരിച്ചത്? പ്രതിബിംബം രൂപീകരിച്ചത്. അതായത് മുഖ്യ അക്ഷരം, അതായത് സിക്ക് നേരെ താഴെയായിട്ട് എന്ത് രൂപീകരിച്ചു? പ്രതിബിംബം രൂപീകരിച്ചു. ഓക്കെ, പ്രതിബിംബത്തിന് വിളിക്കുന്ന പേര് IM എന്നാണ്, ഇമേജ് എന്നാണ് അർത്ഥം. ഓക്കെ,
വസ്തുവിനെ വിളിക്കുന്ന പേര് OB, അതേപോലെ പ്രതിബിംബത്തെ വിളിക്കുന്ന പേര് IM. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചിത്രങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ചിത്രം ഓർത്തു വെക്കുക. ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ എന്ത് ചെയ്തു? പ്രതിബിംബം രൂപീകരിച്ചു. അപ്പൊ ഒന്നാം വഴി കൂടെ കടന്നു, മുഖ്യ അംശത്തിന് സമാന്തരമായി കടന്നുപോയി, ഫോക്കസും കൂടെ കടന്നുപോയി. അടുത്തത് F കൂടെ ആ പ്രകാശം പോവാൻ സങ്കല്പിച്ചു അല്ലെ. F കൂടെ പ്രകാശം പോയി, ഇവിടെ തട്ടി ദർപ്പണത്തിൽ തട്ടി നേരെ തിരിഞ്ഞു വന്നു, ഇവിടെ കൊണ്ടുപോയി തട്ടി രണ്ടും പാടെ ഈ പോയിന്റ് തട്ടി അല്ലെ. ഈ പോയിന്റാണ് എന്ത് രൂപീകരിച്ചത്? ഈ പോയിന്റിൽ എന്ത് രൂപീകരിച്ചു? പ്രതിബിംബം രൂപീകരിച്ചു. പ്രതിബിംബം രൂപീകരിച്ചു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ചിത്രം സാധാരണ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. സാധാരണ വരയ്ക്കാൻ ചോദിക്കൽ കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബ രൂപീകരണം 3 മാർക്കിൽ ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് അപവർത്തനം അല്ലെ. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ദർപ്പണമായിട്ട് ബന്ധപ്പെട്ടുള്ള ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ, അതിന്റെ ചിത്രങ്ങളൊക്കെയാണ്. ഇനി അതിനേക്കാൾ സിമ്പിൾ ആയ ടോപ്പിക്കിലേക്ക് കടക്കുക, അപവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ. അപവർത്തനം നമുക്കറിയാം, നമുക്ക് നെല്ലിക്ക എല്ലാവർക്കും ഇഷ്ടമല്ല. നല്ല ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട മാങ്ങ അല്ലെ. നമ്മൾ സാധാരണ കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക സാധാരണ നമ്മൾ എന്ത് ചെയ്യും? പോയി വാങ്ങാൻ കഴിക്കാറുണ്ട് അല്ലെ. ഓക്കെ, ഇങ്ങനെ നോക്കുക, നമുക്ക് കുപ്പിയിലിട്ട നെല്ലിക്ക എന്തായിരിക്കും? അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? നല്ല ഉരുണ്ടിട്ട് നല്ലതായിരിക്കും അല്ലെ. നമുക്ക് നല്ല ടേസ്റ്റ് ആണ് അത്. വായിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ഫീലിംഗ് ഉണ്ടാവും. എങ്കിൽ എന്ത് ചെയ്യാം? ഉപ്പിട്ട നെല്ലിക്ക, അതായത് ആ കുപ്പിയിൽ ഭരണിയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? നല്ല വലിയ ഉണ്ടായിട്ട് നിൽക്കും. പക്ഷെ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? പുറത്ത് കിടക്കുമ്പോൾ അതിന് ചെറിയ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതല്ലേ. ഇപ്പൊ നമ്മള് കുപ്പിക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാങ്ങ നെല്ലിക്കൊക്കെ എടുക്കൂലേ. പക്ഷെ കുപ്പീന്റെ ഉള്ളിൽ എന്തായിരിക്കും? വലുതായിരിക്കും. പക്ഷെ കുപ്പീന്റെ പുറത്ത് കിടക്കുമ്പോൾ അതിന്റെ സൈസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും അല്ലെ. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഒരു കഥ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഞാൻ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു പുഴവൊക്കെ അല്ലെങ്കിൽ ഒരു കുളത്തിലേക്ക് കുളിക്കാൻ പോയി. നല്ല എന്ത് ചെയ്യും? നല്ല തണുപ്പുള്ള ഒരു ദിവസമാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഒരു കുളത്തിന്റെ അടുത്തിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കുളത്തിന്റെ ഒരു തൊട്ടപ്പുറത്ത് ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ മുകളിൽ ഞാൻ കാല് വെള്ളത്തിലേക്ക് അങ്ങനെ ഇട്ടു. അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? എന്റെ കാലിന് ഒരു വളവ് സംഭവിച്ചു. എന്തായിരിക്കും എന്റെ കാലിന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്റെ കാലിൽ എന്തെങ്കിലും വളവുണ്ടോ? ഇല്ല. പക്ഷെ അതിൽ വെള്ളത്തേക്ക് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്റെ കാലിന് ഒരു വളവുള്ള മാതിരി തോന്നി. എന്തായിരിക്കും അതിന് കാരണം? ഇനി മറ്റൊന്നല്ല, നമ്മളെ പഠിതാക്കൾ ആരെങ്കിലും ഒക്കെ മീൻ പിടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? മീൻ പിടിക്കുക അല്ലെ. അപ്പം അമ്പ ചെയ്ത് മീൻ പിടിക്കണത് കണ്ടിട്ടുണ്ടോ? അമ്പ ചെയ്ത് മീൻ പിടിക്കാം. അപ്പൊ മീനെ നമ്മൾ എന്ത് ചെയ്യും? ശരിക്ക് ഒരു വെള്ളത്തിൽ ഒരു സ്ഥലത്ത് കാണും അല്ലെ. അതിന് മീന് നേരെ നമ്മൾ എന്ത് ചെയ്യാം? അമ്പ ചെയ്യുക. മീനെ കിട്ടും നമുക്ക്? ഇല്ല. പക്ഷെ എന്തൊക്കെ മീനെ കിട്ടൂല. എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ മുന്നിലേക്ക് അമ്പ ചെയ്യണം, അല്ലെങ്കിൽ പിന്നിലോട്ട് അമ്പ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അല്ലേ. ഇതിനൊക്കെ കാരണം എന്തുണ്ട്? ഒരു ഫിസിക്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു പരീക്ഷണത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പരീക്ഷണത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു ഗ്ലാസ്, ഒരു കുപ്പി ഗ്ലാസ്, അതേപോലെ കുറച്ച് വെള്ളം, അതേപോലെ ഒരു പെൻസിലോ സ്കെയിലോ ഏതെങ്കിലും ഒരു വസ്തു. ഓക്കെ, ആ പരീക്ഷണം നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കുക, ഇതാണ് ആ പരീക്ഷണം അല്ലെ. ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, എന്ത് ചെയ്തു? ഒരു പെൻസിൽ എന്ത് ചെയ്തു? അതിലേക്ക് ഇട്ടു അല്ലെ. എന്താണ് ഈ പെൻസിലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ഇതിന്റെ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് നോക്കില്ലേ, എന്താ സംഭവിച്ചത്? ഈ ചെറിയൊരു പെൻസിലിൽ എന്ത് സംഭവിച്ചു? ഒരു വളവ് സംഭവിച്ചു. ഞാൻ നേരെ ഇട്ടു അല്ലെ. ഓക്കെ, ഇട്ടു. പക്ഷെ എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? ഒരു പൊട്ടിയ മാതിരി തോന്നുന്നു അല്ലെ. ഇതിൽ ശരിക്കും നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി ടെസ്റ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് ഇതേപോലെ എടുക്കുക, ഒരു സ്കെയിലോ പെൻസിലോ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ നോക്കുമ്പോൾ അതിന്റെ അരികുവശങ്ങൾ പൊട്ടിയതായി നമുക്ക് തോന്നും. അതേപോലെ അതിന്റെ കട്ടിയോ വണ്ണം എന്താ സംഭവിച്ചത്? കുറഞ്ഞോ കൂടിയോ? വണ്ണത്തിന് സംഭവിച്ചു, വണ്ണം നല്ല രൂപത്തിൽ കൂടി അല്ലെ. എന്തായി കാരണം? അപ്പൊ നോക്കുക, പ്രകാശമാണ് അതിന് കാരണം അല്ലെ. പ്രകാശം എന്ത് ചെയ്യുന്നു? വായുവിൽ വരികയാണ് അല്ലെ. എവിടെ തട്ടി? ഇതെന്താണ്? ജലമാണ്, മറ്റൊരു മാധ്യമമാണ്. അപ്പൊ ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണ് അല്ലെ. വായുവിലുള്ള എന്ത്? ഒരു പെൻസിൽ ഇട്ടു, മറ്റൊരു മാധ്യമമായ ജലത്തിലേക്ക് ഇട്ടു. എന്ത് സംഭവിച്ചു? അതിന്റെ പാതയ്ക്ക് ഒരു വളവ് സംഭവിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് അപവർത്തനം. ഓക്കെ, സിമ്പിൾ ആയിട്ട് വരച്ചു തരാം. അതായത് എന്ത് ചെയ്യാ? ഇത് ഒരു പ്രതലാന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു പ്രതലം. അതിക്ക് എന്ത് സംഭവിച്ചു? ഒരു പ്രകാശം വരികയാണ്. പ്രകാശം വന്നു അല്ലെ. പ്രകാശം വന്നു, തട്ടി. ഓക്കെ, ശരിക്കും എന്ത് ചെയ്യണ്ടേ? പ്രകാശം നേരെ ഇങ്ങനെ പോകണ്ടേനി. പക്ഷെ അങ്ങനെ പ്രകാശം പോവോ? ഇല്ല. പകരം പ്രകാശം എങ്ങനെയാണ് പോവാ? ഒരു വളവ്, ഇവിടെ നിന്ന് വളവ് സംഭവിക്കും. ഒന്ന് ഇങ്ങനെ, ഇങ്ങോട്ടാണ് പോവാ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പ്രകാശപാതക്കുണ്ടാകുന്ന ഈ വ്യതിയാനത്തിനെ വിളിക്കുന്ന പേരാണ് അപവർത്തനം. അപ്പൊ എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് അല്ലെ. ഇതൊരു മാധ്യമമാണ്. ഇത് വായു എന്ന് വിചാരിക്കുക. വായു എന്ന മാധ്യമം. ഇത് മറ്റൊരു മാധ്യമം, ജലം. ഓക്കെ, ജലം. ഇപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിന്റെ ഈ പോയിന്റ് കടക്കുന്ന ആ പോയിന്റ് വെച്ച് എന്ത് ചെയ്യുന്നു?
അതിന്റെ പാതക്ക് ഒരു ചെറിയൊരു ബെൻഡിങ്, ഒരു വളവ് ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അപവർത്തനം. സാധാരണ പരിശോധിച്ച് ചോദിക്കും, എന്താണ് അപവർത്തനം? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക്, അപ്പൊ എന്താണ് മാധ്യമം? സഞ്ചരിക്കാൻ എന്തിന്റെങ്കിലും ഒരു സഹായം വേണം, അതിനെ വിളിക്കുന്ന പേരാണ് മാധ്യമം. അപ്പൊ വായുവിന്റെ വായുവിന്റെ സപ്പോർട്ട് ഉണ്ട്, മറ്റേ ജലത്തിന്റെ സപ്പോർട്ട് അല്ലെ, സഞ്ചരിക്കാൻ ഒരു ഇതിന്റെ സോഴ്സ് വേണം, അതിനെ വിളിക്കുന്ന പേരാണ് മാധ്യമം. അപ്പൊ പ്രകാശം സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനത്തെ വിളിക്കുന്ന പേരാണ് അപവർത്തനം. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ, അതായത് ഞാൻ കുളമൊക്കെ ഇരുന്നപ്പോൾ കാല് വെള്ളത്തിലേക്ക് ഇട്ടു, എന്താ സംഭവിച്ചത്? എന്റെ കാലിന് എന്ത് സംഭവിച്ചു? ഒരു വളവ് ബെൻഡിങ് ഉണ്ടായില്ലേ? അതിന് കാരണം എന്താ? അപവർത്തനമാണ്. അതേപോലെ കുപ്പി ഗ്ലാസ്സിലിട്ട് എന്ത് ചെയ്തു? പെൻസിലിന് വളവ് സംഭവിച്ചു, അതിന് കാരണം ആരാണ്? അപവർത്തനമാണ്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് നമുക്ക് ഇതിൽ പരിചയപ്പെടാം, അപവർത്തനത്തിൽ പരിചയപ്പെടാം. മറ്റൊന്നാണ് മീനെ പിടിച്ചപ്പോൾ തവള കിട്ടിയില്ലേ? കാരണം എന്താ? അപവർത്തനമാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്, നമുക്ക് നട്ടുച്ച സമയത്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള കുളത്തിലോ ചെറിയ എന്തെങ്കിലും അരുവിയിലോ പോയി നോക്കുക, നമുക്ക് എന്ത് കാണാൻ പറ്റും? അടിത്തട്ട് കാണാൻ പറ്റും അല്ലെ? അടിത്തട്ട് എങ്ങനെ കാണാൻ? വളരെയധികം ആഴമില്ലാത്തായി തോന്നും. പക്ഷെ നമുക്ക് കുളിക്കാൻ ഇറങ്ങിയാലോ എന്താ സംഭവിക്കുക? നല്ല ആയം ഉണ്ടാവും. അതിന് കാരണം ആരാണ്? അപവർത്തനമാണ്. കാരണം നമ്മള് വായു നമ്മൾ കാണണം അല്ലെ, അപ്പൊ എന്തുണ്ട്? ജലത്തിലേക്ക് എത്തുമ്പോ അതിന്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കുന്ന ഫലമായി ആയം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. അതിന് കാരണം അപവർത്തനം. അപ്പൊ എക്സാമിന് ചോദിക്കും, എന്താണ് അപവർത്തനം? അതുമായി ബന്ധപ്പെട്ടുള്ള ഡെയിലി ലൈഫിലുള്ള സിറ്റുവേഷൻസ് അത് എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യാനുണ്ടാവും. ഓക്കെ അല്ലേ? അപവർത്തനം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് അപവർത്തനമാണ്. അപവർത്തനം നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പ്രകാശ വേഗത അല്ലെ, കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ അതിന്റെ പാതക്ക് വ്യതിയാനം സംഭവിക്കും നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പ്രകാശ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ആരെന്ന് ചോദിക്കാറുണ്ട്. അത് ശൂന്യതയാണ്. ഓർത്തു വെക്കുക, ശൂന്യതയിലാണ് പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ. അതിന്റെ അളവ് ചോദിക്കാറുണ്ട്, 3×10⁸. ഓക്കെ, ഇത്രയും എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അതായത് ഒരു സെക്കൻഡിൽ എത്ര? 3×10⁸. അത് വലിയൊരു സംഖ്യ. 3 ലക്ഷം കിലോമീറ്റർ എന്തെങ്കിലും സഞ്ചരിക്കും ഒരു സെക്കൻഡ്. നമ്മൾ കണ്ണ് തുറക്കുന്ന സെക്കൻഡിനോട് പ്രകാശം ശൂന്യതയിൽ സഞ്ചരിക്കും. 3 ലക്ഷത്തിന് അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു എന്നാണ്. ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? പ്രകാശത്തിന് വേഗത ഉള്ളത്. ഓക്കെ, അപ്പൊ പ്രകാശത്തിന്റെ ഏറ്റവും വേഗത കൂടിയത് ഏത് രീതിയിലാണ്? ശൂന്യത അല്ലെങ്കിൽ വായു എന്ന് നമുക്ക് പറയാം കേട്ടോ. വായുവിലും ആണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ പ്രകാശ വേഗത ഉള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപവർത്തനം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവർക്കും പക്കാ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള തുല്യതയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക്സ്.